അബി, നീ എവിടെ പോയി കിടക്കായിരുന്നു? നിന്നെ ഞാൻ എവിടെയെല്ലാം നോക്കി. ഓ സ്വീറ്റ് ഹാർട്ട്, ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഹോ വിഹാൻ, അപ്പോ ഇന്നത്തെ പ്ലാൻ എന്താ? ആസ് യൂഷ്വൽ. ഓക്കെ, ഞാൻ നിന്നെ നൈറ്റ് വെയിറ്റ് ചെയ്യാം. പക്ഷേ വരാന്ന് പറഞ്ഞെന്നെ പറ്റിച്ചേക്കരുത്. ഹേ ബേബി, ഇന്നേ വരെ ഞാൻ വരാന്ന് പറഞ്ഞിട്ട് വരാതെ നിന്നിട്ടുണ്ടോ? അതില്ല, എങ്കിലും പറഞ്ഞെന്നേ ഉള്ളൂ. ഇത് എൻ്റെയും കൂടി ആവശ്യമല്ലേ, അതുകൊണ്ട് ഞാൻ ഏതായാലും എത്തും. ഇപ്പോൾ നീ പോയിക്കോ, എനിക്ക് കുറച്ച് പണിയുണ്ട്. ഓക്കെ, ബൈ. നീ എന്തൊക്കെയാടാ ചിന്തിച്ചു കൂട്ടുന്നത്? അയ്യോ കണ്ട് ഈ ആ നോട്ടത്തിൽ എന്തോ പന്തി കണ്ട്. എന്തായാലും ചെല്ല്, ബി കോൺഫിഡൻസ്. ഹായ് റയാൻ, ഇപ്പെത്തി. സുഖം എനിക്ക്. ഓ നോഹ, ഇന്നും ലേറ്റു. നിനക്കൊന്ന് കൃത്യനിഷ്ഠത എന്ന സാധനമില്ലേ? ലേറ്റായി വന്നോണ്ട് തന്നെ എന്നെ കൂടുതൽ നേരം കാണാൻ നിനക്ക് കിട്ടിയല്ലോ. യു ഷുഡ് താങ്ക് മീ. ഐഷ്, ഇതെന്ത് ലോജിക്കാണ്?
അത് വിട്, നമുക്കിപ്പോ പ്രാക്ടീസ് ചെയ്യാം. ഇന്ന് ഞാൻ വളരെ സന്തോഷത്തിലാണ്. എത്ര നാൾക്ക് ശേഷം ഞാൻ അവനെ കാണുന്നത്. പക്ഷേ അവന് എന്നെ മനസ്സിലായത് പോലുമില്ല. ആ, മനസ്സിലാവുമായിരിക്കും. അവന്റെ കണ്ണുകളുടെ തിളക്കം ഇപ്പോഴുമുണ്ട്. എന്നാൽ അവൻ എന്തോ മറയ്ക്കുന്ന മാതിരി. പണത്തിന്റെ അഹങ്കാരം ഒട്ടുമില്ല. അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചാൽ അവന്റെ പേരിടാം. ഇത്രയും പെട്ടെന്ന് ഒരു മനുഷ്യന് ഇങ്ങനെ മാറാൻ കഴിയോ? അവന്മാര് പറഞ്ഞപ്പോ ഞാൻ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഇത് അതുക്കും മേലായിപ്പോയി. അവന്റെ കൂടെ പഠിക്കാൻ അവസരം കിട്ടിയപ്പോൾ ഞാൻ ആശ്വസിച്ചു. ആ, ഇപ്പൊ ഞാൻ അവന്റെ കണ്ണിലെ കരടാവേണ്ടി വന്നു. ആ, ഏതായാലും ടൈമുണ്ടല്ലോ, ഞാൻ അവനെ പണ്ടത്തെ പോലെ മാറ്റിയെടുക്കും. ഹലോ, ആ പറയൂ. അയ്യോ, ഞാൻ എന്തിനാ വിളിച്ചെന്ന് മുന്നാരം മോനക്ക് മനസ്സിലായില്ല. 2 മാസത്തെ കുടിശ്ശിക നീ തരാനുള്ള, അത് തന്നു തീർത്തില്ലെങ്കിൽ. ചേച്ചി, അതിപ്പോ ഞാൻ കുറച്ച് ടൈറ്റിലാ. ഏതായാലും ഞാൻ 2 ദിവസത്തിനുള്ളിൽ അടിച്ച് തീർക്കാം. ഞാനത് സത്രാക്കിയതൊന്നല്ല, വാടകയ്ക്കാണ് വിൽക്കുന്നത്. ചേച്ചിക്ക് എന്റെ അവസ്ഥ അറിയാലോ. ഞാൻ പഠിക്കുന്നതിന്റെ ഇടയിൽ കൂടെയാണ് ഈ പാർട്ട് ടൈം ജോബ് ഒക്കെ ചെയ്താണ്ട് വീടിന്റെ വാടകയും കൊടുക്കുന്നത്. ഞാൻ ഏതായാലും 2 ദിവസത്തിനുള്ളിൽ അടയ്ക്കാൻ പറ്റും നോക്കാം. എനിക്കൊന്നും കേൾക്കണ്ട, എനിക്കെന്റെ പൈസ കിട്ടിയാൽ മതി. അല്ലെങ്കിൽ നീ ഇറങ്ങിക്കോ. വേറെ ആൾക്കാരുണ്ട് ആ വീടിനായിട്ട്. കുറെ പേര് എന്നോട് ചോദിക്കലുണ്ട്. ചേച്ചി, ഞാൻ പറഞ്ഞില്ലേ 2 ദിവസത്തെ ടൈം ഏരി. അതിന്റെ ഉള്ളിൽ ഞാൻ എങ്ങനെയെങ്കിലും 1 മാസത്തെ വാടക അടിച്ചു തീർക്കാം. അപ്പൊ ബാക്കിയുള്ളത് എപ്പോ അടച്ചു തീർക്കും? അത് ചേച്ചി, എനിക്ക് കുറച്ച് ടൈം വേണമായിരുന്നു. 2 ദിവസത്തെ ടൈം ഉണ്ട് എനിക്ക്. അതിനുള്ളിൽ അടച്ചു തീർക്കണം. അല്ലെങ്കിൽ ഞാൻ വീട് വേറെ ആർക്കെങ്കിലും കൊടുക്കും. അവരാകുമ്പോ എനിക്കിന് വാടക തരുമല്ലോ. ചേച്ചി ഇങ്ങനെ മനുഷ്യപ്പറ്റില്ലാത്ത രീതിയിൽ പെരുമാറില്ലേ. എനിക്ക് ഇത്രയൊക്കെ മനുഷ്യപ്പറ്റില്ലടാ. ഏതായാലും ഞാൻ പറഞ്ഞ പണിക്ക് നിനക്ക് പറ്റില്ലല്ലോ. ഇപ്പൊ 2 ദിവസത്തിലുള്ള വാടക അടയ്ക്കാനുള്ള അടച്ചു തീർത്തിട്ടുണ്ടെങ്കിൽ നിനക്കവിടെ വീണ്ടും തുടരാം. അല്ലെങ്കിൽ അത് വേറെ ആൾക്ക് ഞാൻ കൊടുക്കും. ഇനിയിപ്പോ എന്ത് ചെയ്യാ? അവന്മാരോട് പറയണോ? ഏയ് വേണ്ട, അത് അവന്മാർക്കൊരു ശല്യവും. Oh, Rihan, I'm here. I'm also so excited for this night.